വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സുറുമി. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് JLT എക്സാമിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. പൊതുവേ നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിയാൽ കാണാം, അതിൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ഡൗട്ട്സ് കുട്ടികൾ ചോദിക്കാറുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസിൻ്റെ ആ സംശയങ്ങളുടെ മറുപടി ആയിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നതാണ് JLTയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. JLT ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എന്ന എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ, കേരള ഹിന്ദി പ്രജാസഭയുടെ ഭൂഷൺ ഉണ്ടെങ്കിൽ JLTക്ക് അപേക്ഷിക്കാനാവോ എന്നാണ് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പം അപേക്ഷിക്കാൻ പറ്റും. ഭൂഷൺ ഉണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് KTET 4 കൂടി ക്വാളിഫൈ ചെയ്യണം. KTET 3 or 4 ഉണ്ടെങ്കിൽ എക്സാം എഴുതാം. ഭൂഷൻ്റെ കൂടെ തന്നെ SSLC എന്തായാലും പാസ്സായിരിക്കണം. പ്ലസ് ഹിന്ദി പ്രജാസഭയുടെ കേരള ഹിന്ദി പ്രജാസഭയുടെ ഭൂഷൺ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ KTET 4 ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പം KTET 4 ക്വാളിഫൈ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ CCയോടൊപ്പം ജോയിൻ ചെയ്യാം. CCയിൽ KTET 4 3D ഒക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും BA ഹിന്ദി ഉള്ളവർക്ക് പ്ലസ് KTET 3 or 4 സെറ്റോ നെറ്റോ അങ്ങനത്തെ ബാക്കിയുള്ള എക്സാംസ് ക്വാളിഫൈ ചെയ്തവരോ അല്ലെങ്കിൽ PhD ഉള്ളവരോ MPhil ഉള്ളവർക്കോ നമുക്ക് JLT എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ ഹിന്ദി പ്രജാസഭയുടെ കോഴ്സുകൾ, ദക്ഷിൺ ഹിന്ദി പ്രജാസഭയുടെ പ്രവീണ്, അതുപോലെ രാഷ്ട്രഭാഷ വിശാരദ്, അതോടൊപ്പം തന്നെ SSLC പാസ്സായിരിക്കണം. പ്ലസ് KTET 4, ഇത്രയും ക്വാളിഫിക്കേഷൻ ദക്ഷിണ ഭാരത് ഹിന്ദി പ്രജാസഭയുടെ വിശാരദോ അല്ലെങ്കിൽ പ്രവീണോ ഉള്ളവർക്ക് KTET 4 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JLT അപേക്ഷിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് KTET നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ കേരള ഹിന്ദി പ്രജാസഭയുടെ സാഹിത്യാചാര്യ, അതുപോലെ കേരള ഹിന്ദി പ്രജാസഭയുടെ തന്നെ ഹിന്ദി ഭൂഷൺ എന്നീ കോഴ്സുകൾ പാസ്സായവരാണ് നിങ്ങളെങ്കിൽ KTET 4 ഉണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ SSLC നിങ്ങൾ പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JLTക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് പ്രജാസഭയുടെ ദക്ഷിൺ ഭാരത് ഹിന്ദി പ്രജാസഭയുടെയും കേരള ഹിന്ദി പ്രജാസഭയുടെയും കോഴ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രജാസഭയുടെ കോഴ്സാണ് പ്രവീണ്, അതുപോലെ വിശാരദ്, രാഷ്ട്രഭാഷാ വിശാരദ്, അതുപോലെ കേരള ഹിന്ദി പ്രജാസഭയുടെ കോഴ്സുകളാണ് സാഹിത്യാചാര്യയും അതുപോലെ ഹിന്ദി ഭൂഷണും. അപ്പം ഈ കോഴ്സുകളൊക്കെ പാസ്സായവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് SSLCയും നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം KTETും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് JLTക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ BA ഹിന്ദി എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. പ്ലസ് KTETും ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നത് ലാംഗ്വേജ് ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നാണ്. ലാംഗ്വേജ് ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ കോട്ടയത്ത് ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഒരുപാട് ജില്ലകളിൽ വിളിക്കാനുണ്ട്. ഫുൾ ടൈം ആണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും ജൂനിയർ ലാംഗ്വേജ് ടീച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനിയും വിളിക്കാനുണ്ട്. 6 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഗ്രിയും സാഹിത്യാചാര്യയും ഉണ്ട്, അപേക്ഷിക്കാനാവുമോ JLTക്ക്? തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ KTET 4 കൂടി നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. KTET 4 or 3 ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, സാഹിത്യാചാര്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും JLTക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് JLT പ്രായപരിധി എത്രയാണ്? ശരിക്കും 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ എക്സാം JLT എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. നോർമലി OBC SC/ST കാൻഡിഡേറ്റ്സിനുള്ള പോലെ തന്നെ ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ഒരു സംശയമാണ്, സെറ്റ് ബോട്ടണി ഉണ്ടെങ്കിൽ KTET 4 വേണോന്ന്. സെറ്റ് ബോട്ടണിയാണ് നമ്മൾ JLT എക്സാം എന്ന് പറയുന്നത് ഹിന്ദിയാണ് അല്ലേ? ഹിന്ദിയുടെ എക്സാമാണ്, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എക്സാമാണ്. സോ സെറ്റ് ബോട്ടണി ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് KTET 4 എന്തായാലും വേണം, ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, പ്രവീൺ മാത്രമുള്ളവർക്ക് KTET അപേക്ഷിക്കാനാവുമോ? പ്രവീൺ പ്ലസ് നിങ്ങൾ SSLC ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും KTETന് അപേക്ഷിക്കാൻ സാധിക്കും. സാഹിത്യാചാര്യ ഉണ്ട്, KTET ചെയ്യാൻ പറ്റുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സാഹിത്യാചാര്യ ഉണ്ടെങ്കിൽ എന്തായാലും KTETന് അപേക്ഷിക്കാൻ സാധിക്കും. നെക്സ്റ്റ്, വിശാരദ് പറ്റുമോ? വിശാരദ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻസ് ഒക്കെ, JLTയുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞാണ്. വിശാരദ, ഭൂഷൺ, സാഹിത്യാചാര്യ,
പിന്നെ രാഷ്ട്രഭാഷാ വിശാരദ്, പിന്നെ ഹിന്ദി ഭൂഷൺ, പ്രവീൺ, ഈ കോഴ്സുകളൊക്കെ ക്വാളിഫൈ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റിന് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ BA MA BEd ഉണ്ട്, കേട്ടിട്ടില്ല, സെറ്റില്ല, അപേക്ഷിക്കാനാവോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കേട്ടിട്ട് എന്തായാലും നിർബന്ധമാണ്. ഓക്കെ, JLTക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് കേട്ടറ്റ് 4. JLTയുടെ ക്വാളിഫിക്കേഷനാണ് കേട്ടറ്റ് 4. കേട്ടറ്റ് 3 ഉണ്ടെങ്കിൽ നിങ്ങൾ കേട്ടറ്റ് 4 നേടിയെടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് കേട്ടറ്റ് 3ഓ 4ഓ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും JLTക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ കേട്ടിട്ട് എത്രയും പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യുക. CCയിൽ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ കേട്ടറ്റിൻ്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 6 മാസത്തിനുള്ളിൽ തന്നെ JLTയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ സമയം ഒട്ടും പാഴാക്കാനില്ല, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. BA ഹിന്ദി പ്ലസ് കേട്ടറ്റ് 4 ഉണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ചേരാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും കയറാൻ പറ്റും. BA ഹിന്ദി പ്ലസ് കേട്ടറ്റ് 4 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്ഡഡ് സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, JLT എക്സാം PG ഹിന്ദി ഉള്ളവർക്ക് പറ്റുമോ? BA സബ്ജക്റ്റ് ചേഞ്ച് ആണെന്നാണ് പറഞ്ഞേക്കണേ. BA സബ്ജക്റ്റ് ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രവീൺ ഓർ സാഹിത്യാചാര്യ ഏതെങ്കിലും കോഴ്സ് പാസ്സായിരിക്കണം. പ്ലസ് കേട്ടറ്റ് 4 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JLT എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്നാണ് വിചാരിക്കണേ. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് ഉർമി. താങ്ക് യു.